നമസ്കാരം. നമ്മളുടെ സലീം കുമാറിനെ പ്രതിമയാക്കാൻ പോവുകയാണ് സതീശൻ കോയ. പിന്നെ ഉമ്പായി, അത് മുസ്ലിങ്ങൾക്കുള്ള ഒരു 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 സമ്മാനം. പിന്നെ ജോൺസൺ മാഷ്, അത് ക്രിസ്ത്യാനികളുടെ പേരിൽ. ഇതിൽ ജോൺസൺ മാഷെയോ ഉമ്പായിയെയോ കുറച്ച് കാണിക്കുകയല്ല കേട്ടോ. ഞാനല്ല കുറച്ച് കാണിക്കുന്നത്. പക്ഷെ അവരെ സതീശൻ കോയ കാണുന്നത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി ആ രീതിയിലാണ് കാണുന്നത് എന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരാത്ത ചില പുണ്യാത്മാക്കളുണ്ട്, മഹാത്മാക്കളുണ്ട്. വലിയ കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും അവർ. പക്ഷേ അവരുടെ യഥാർത്ഥ മൂല്യം മുഖ്യധാരയിലേക്ക്, സമൂഹത്തിലേക്ക് കടന്നു വരാറില്ല. അപ്പം അവർക്കൊക്കെ സ്മാരകങ്ങൾ പണിയാറുണ്ട്. ഇപ്പോൾ സലീം കുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള സ്മാരകം അഥവാ സ്മാരകങ്ങൾ വേണ്ടത്ര തീർത്ത് വച്ചിട്ടുണ്ട്. എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ജീവിച്ചു മരിച്ചുപോയ ആളുകളാണ്. പ്രത്യേകിച്ചും ജനങ്ങളുടെ ഇടയിൽ വലിയ മുഖമുള്ളവരാണ് സിനിമാ നടീനടന്മാർ, സിനിമാ ഗായകന്മാർ ഒക്കെ. ഇന്നും നമ്മളവരെ സ്മരിക്കുകയാണ്. നസീർ സാറ് മരിച്ചിട്ട് 1.5 മാസമേ ആയിട്ടുള്ളൂ. ജയൻ മരിച്ചിട്ട് 1.5 മാസമേ ആയിട്ടുള്ളൂ. ഇത് നമ്മുടെ തോന്നലാണ്. കാരണം എന്താണ്? അവരിന്നും നമ്മളിൽ ജീവിക്കുകയാണ്. മരിച്ചു എന്നുള്ള സത്യം നമുക്കറിയാമെങ്കിൽ പോലും നസീർ സാറ് മരിച്ചിട്ട് 25 വർഷം, 25 ജയൻ മരിച്ചിട്ട് 25 വർഷം, 25 വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അവരതുപോലെ തുടിച്ചു നിൽക്കുകയാണ് നമ്മളിൽ. അതുപോലെ പാട്ടുകൾ, ആത്മവിദ്യാലയമേ പാട്ടുകൾ ഇന്നും തുടിച്ചു നിൽക്കുകയാണ്. മിസ് കുമാരിയുടെ ഇന്നത്തെ നടികളേക്കാൾ സൗന്ദര്യവും ആകർഷണവും അന്നത്തെ മിസ് കുമാരിക്കുണ്ടായിരുന്നു. ചിത്രങ്ങൾ കണ്ടാൽ അറിയാം. അവരും നമ്മളിൽ തുടിച്ചു നിൽക്കുകയാണ്. സത്യനാകട്ടെ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ, കൊട്ടാരക്കര, പി.ടി. ആന്റണി മാഷ്, പിന്നെ മറ്റു സംവിധായകന്മാരും ആളുകളൊക്കെ. മലയാളികൾ എവിടെയെല്ലാം ഉണ്ടോ ഇപ്പറഞ്ഞ ആളുകൾ അവിടെയെല്ലാം അവരുടെ മനസ്സിൽ വലിയ സ്മാരകങ്ങളായിട്ട് നിലകൊള്ളുകയാണ്. ഞാൻ ചന്തുവുമായിട്ട്, സലീം കുമാറിൻ്റെ ഭാര്യയുമായിട്ട് നല്ല ബന്ധമാണുള്ളത്. അത് ഇന്നോ ഇന്നലെ സിനിമാറിനായപ്പോൾ തുടങ്ങിയതല്ല. അവൻ മിമിക്രി ആർട്ടിസ്റ്റായിട്ട് നടക്കുന്ന സമയത്ത് അണ്ടിപ്പള്ളിക്കാവിൽ വെച്ച് ഈ പെൺകുട്ടിയെ കൂടെ പോകുമ്പോൾ ഞാൻ പറയുന്നത് ഇവൻ്റെ പുള്ളി കടന്നിട്ട് കാര്യമില്ല കേട്ടോ. ആ ഒരു ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. അന്ന് ഞാൻ ചന്തുവിനെ വിളിച്ചു. സലീം മരിച്ച സമയത്ത് ചന്തുവിനെ വിളിച്ചു. ചന്തുവിനോട് ഒന്നേ പറഞ്ഞുള്ളൂ, അവൻ വലിയൊരു മുദ്ര പതിപ്പിച്ചിട്ടാണ് പോയത് നിൻ്റെ അച്ഛൻ. നീ ഇനി ലോകത്തിൻ്റെ ഏത് മൂലയിൽ പോയിട്ട് മലയാളിയോട് പറയുക ഞാൻ സലീം കുമാറിൻ്റെ മകനെ പറഞ്ഞാൽ ഏത് സലീം കുമാറെന്ന് ചോദിക്കില്ല കേട്ടോ. അത്രയും വലിയൊരു മുദ്ര പതിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആയതുകൊണ്ട് തന്നെ ജനമനസ്സുകളിലെ സ്ഥിര പ്രതിഷ്ഠ നേടത്തക്ക വിധത്തിൽ വലിയൊരു കലാസപര്യ നടത്തിയ അദ്ദേഹത്തിന് ഇനി കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും കാക്കയ്ക്ക് തൂറാനായിട്ടൊരു പ്രതിമ ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമുണ്ടോ?
ഒരിക്കൽ ചിറയൻ കീഴിൽ പോയ സമയത്ത് അവിടെ ചിറയൻ കീഴ് പള്ളിയിൽ നസീർ സാറിൻ്റെ കുഴിമാടം അവിടെയുണ്ട്. അവിടെ പോവുകയുണ്ടായി. അന്ന് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആൾ പറഞ്ഞു, ഇവിടെ കാടും പടലൊക്കെയും പിടിച്ച് കെടുക്കുകയാണല്ലോ, നസീർ സാറിന് നല്ലൊരു സ്മാരകം വേണ്ടതല്ലേ എന്ന്. ഞാനൊന്നും പറഞ്ഞില്ല. ആ പള്ളിയിൽ നിന്ന് പുറത്തു വന്ന സമയത്ത് അവിടെ നിന്ന് 1-2 ഫർലോങ് മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടും കടന്ന് വീടിന് തൊട്ട് മുൻപിൽ തന്നെ അവിടെ പറഞ്ഞപ്പോൾ കാറ് നിർത്തൂ എന്ന് പറഞ്ഞു. അവിടെ കാറ് നിർത്തി. ഞാൻ അപ്പുറത്തേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇത് കണ്ടോ, എന്താ ആ ബോർഡ് വായിക്ക്, പ്രേം നസീറിൻ്റെ പേരിലുള്ള സ്കൂള്, അതിന് നാശമില്ല. അവിടുന്ന് പഠിച്ചു പോകുന്ന കുട്ടികൾ പറയാൻ എന്താണെന്ന് അറിയാം, ഞങ്ങൾ പ്രേം നസീറിൻ്റെ സ്കൂളിലാണ് പഠിച്ചതെന്ന്. അതാണെടോ സ്മാരകം, അതാണ് സ്മാരകം. വീണ്ടും മുന്നോട്ട് പോയി 1-2-3 കിലോമീറ്റർ മുന്നോട്ട് പോയ സമയത്ത് അവിടെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ശാർക്കര, ചിറയൻ കീഴ് ശാർക്കര ദേവി ടെമ്പിൾ മനസ്സിൽ വന്നില്ലേ? പ്രേം നസീർ മനസ്സിൽ വന്നില്ലേ? ശാർക്കര ദേവിയല്ല, പ്രേം നസീറ വരിക. അവിടെയാണ് ശാർക്കര ദേവി ക്ഷേത്രം ഉള്ളത്. അത് കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനെന്തിനാ അങ്ങോട്ട് പറയുന്നതിന് മുമ്പ് ഇങ്ങോട്ട് പറഞ്ഞു, കണ്ടോ ഇത് നമ്മുടെ നസീർ സാറിൻ്റെ അമ്പലമാണെന്ന്. ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു, ഞാൻ ചിരിച്ചപ്പോൾ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. അപ്പോൾ അദ്ദേഹം വാചകം ഒന്നുകൂടി തിരുത്തി പറഞ്ഞു, നസീർ സാറിൻ്റെ അമ്പലമല്ല, നസീർ സാർ ഒരു ആനയെ വാങ്ങിച്ചു കൊടുത്തില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആദ്യം പറഞ്ഞ കാര്യം എന്തിനാ പിൻവലിച്ചത്? ശാർക്കര ക്ഷേത്രം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആദ്യമായിട്ട് ഉയരുന്ന പേരാണ് പ്രേം നസീർ. ശാർക്കര ദേവീക്ഷേത്രം എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കുക, ആ നസീർ സാറിൻ്റെ അമ്പലമല്ലേ എന്നാ ചോദിക്കുക. മാത്രമല്ല അദ്ദേഹം നസീർ സാർ തൻ്റെ സിനിമ അഭിനയത്തിലൂടെ സ്വയം വലിയൊരു സ്മാരകം തീർത്തു വെച്ച് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ മകൾ ലൈല മസ്കറ്റിലോ മറ്റോ ആണ്. ഒരിക്കൽ അവരെന്നോട് പറഞ്ഞ കാര്യമാണ്, എവിടെ ചെന്നാലും എനിക്കൊരു വിലയില്ല, എൻ്റെ മക്കൾക്കൊരു വിലയില്ല, നസീർ സാറിൻ്റെ മോളാണല്ലേ, അതാണ് എൻ്റെ കെയർ ഓഫ്. നസീർ സാറിൻ്റെ മോളുടെ ഭർത്താവാണല്ലേ, അതാണ് അദ്ദേഹത്തിൻ്റെ കെയർ ഓഫ്. നസീർ സാറിൻ്റെ കൊച്ചുമക്കളാണല്ലേ, അതാണ് എൻ്റെ മക്കളുടെ കെയർ ഓഫ്. ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അത്രയും വലുതായിട്ടുള്ളൊരു സ്മാരകമാണ് അദ്ദേഹം തീർത്തു വെച്ചിട്ടുള്ളത്. ഞാനൊരിക്കൽ വടകര ലോകനാർക്കാവ് അമ്പലത്തിൻ്റെ മുന്നിൽ പോകുമ്പോൾ ആ കാറിൻ്റെ ഡ്രൈവർ എന്നെ പരിചയപ്പെടുത്തുക, സ്വാമി ഇതാണ് കേട്ടോ പ്രേം നസീറിൻ്റെ അമ്പലം. അതാണ് പ്രേം നസീർ. വടക്കൻ പാട്ടുകളിൽ സ്ഥിരം അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗുണ്ട്, എൻ്റെ ലോകനാർക്കാവിലെ അമ്മയാണ് അസത്യം അസത്യം എന്ന് പറയില്ല അദ്ദേഹം. അതുപോലെയാണ് മുൻപ് പറഞ്ഞ പോലെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ മിസ് കുമാരി മുതൽക്കുള്ള നടീനടന്മാർ തങ്ങളുടെ പ്രതിഭ കൊണ്ട് വലിയ സ്മാരകങ്ങളാണ് മലയാളികളുടെ ഹൃദയത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ പ്രതിമയുടെ കാര്യം പറയാം. ഇപ്പോൾ സലീം കുമാറിന് പ്രതിമ പണിയേണ്ട കാര്യമാണല്ലോ പറയുന്നത്. പലരും പറഞ്ഞു ആ പൈസ കൊണ്ട് അത് ചെയ്യാം, ആ പൈസ കൊണ്ട് ഇത് ചെയ്യാം, പാവങ്ങൾക്ക് കൊടുക്കാം, അതൊക്കെ ഒരുപാട് ഞാൻ കണ്ടു. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയാൻ തയ്യാറില്ല. പ്രതിമ എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ ഓടിയെത്തുക എന്താണ്? മഹാത്മജിയുടെ പ്രതിമ, മഹാത്മാഗാന്ധിയുടെ പ്രതിമ. എത്ര സ്ഥലങ്ങളിൽ, ഈവൻ ഗുജറാത്തിൽ പോലും
ഞാൻ ഒരുപാട് കാലം അഹമ്മദാബാദിൽ ജീവിച്ചിട്ടുണ്ട്, മണിനാറിൽ ജീവിച്ചിട്ടുണ്ട്, കോക്രയിൽ ജീവിച്ചിട്ടുണ്ട്, വട്ടുവയിൽ ജീവിച്ചിട്ടുണ്ട്, കാളിപ്പൂരിൽ താമസിച്ചിട്ടുണ്ട്. അവിടെ പോലും എത്ര സ്ഥലങ്ങളിലാണെന്നറിയോ അദ്ദേഹത്തിൻ്റെ വടി ഒടിഞ്ഞ്, കൈ ഒടിഞ്ഞ്, കാലൊടിഞ്ഞ്, തലൊരു ഭാഗത്ത് ഇങ്ങനെയാക്കി മാറ്റി, വെയിലും മഴയും കൊണ്ട് യാതൊരു മെയിൻ്റനൻസും ഇല്ലാതെ ആകെ തലയ്ക്ക് പാണ്ഡുരോഗിയുടെ പോലെയായിട്ട് അതിൻ്റെ മേലെ കാക്ക തൂറി വെച്ച് നശിപ്പിച്ച്, ഇതൊക്കെയുള്ള എത്ര ഗാന്ധി പ്രതിമയാണ് ഈ ലോകത്തിലുള്ളതെന്ന് അറിയാമോ? ഇന്ത്യയിലെ പ്രതിമകൾ സൃഷ്ടിക്കൽ മാത്രമേ ഉള്ളൂ. അതിൻ്റെ മെയിൻ്റനൻസ് ഒട്ടും തന്നെയില്ല. ആയതുകൊണ്ട് തന്നെ രാഷ്ട്രപിതാവിൻ്റെ പ്രതിമയുടെ കാര്യത്തിൽ നാം വലിയ അവഹേളനം കണ്ടുവരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വെറും ഒരു സിനിമാ നടനായിട്ടുള്ള സലീം കുമാറിൻ്റെ പ്രതിമയുടെ ഗതി എത്രമാത്രം അവഹേളനപരമായിരിക്കും ഭാവിയിൽ ആലോചിച്ച് നോക്കിയാൽ മതി. സലീം കുമാറിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് അദ്ദേഹത്തിനൊരു പ്രതിമയിൽ ആക്കി വെക്കുന്നത്, ഒരു പ്രതിമയിലേക്ക് ഇങ്ങനെ ആക്കി വെക്കുന്നത്. പിന്നെ ഉമ്പായിയുടെ കാര്യം, ഉമ്പായി മറ്റുള്ളവരുടെ പാട്ടയ്ക്കും പടഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. അത് എറണാകുളത്തുകാരനാണ്, ഒരു മുസ്ലിമാണ്. മുസ്ലിം ആയതിൻ്റെ പേരിലും ലീഗുകാർക്ക് തേൻ പുരട്ടിലാണല്ലോ പ്രധാന പരിപാടി. അതിൻ്റെ പേരിലുമാണ് പ്രത്യേകിച്ച് ഉമ്പായിയെ തിരഞ്ഞെടുത്ത്. ഉടനെ പറയും ഉമ്പായി ആരാണെന്ന് ജാമ്യാർക്കറിയോ? നന്നായിട്ട് അറിയാടോ. പക്ഷെ ഇവിടെ ഉമ്പായിയെ ഒരു മുസ്ലിമായിട്ട് ചുരുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഹിന്ദുവിന് പ്രതിമ, ആര്? സലീം കുമാറിന്. ഒരു മുസ്ലിമിന് പ്രതിമ, അദ്ദേഹത്തിൻ്റെ പേരിൽ എന്തോ പരിപാടി ഒപ്പിക്കുന്നുണ്ട്, അത്. അപ്പോൾ പിന്നെ ക്രിസ്ത്യാനിയുടെ കാര്യം, ജോൺസൺ മാഷിക്കാകാം. അത്രേ ഉള്ളൂ ഈ ജോൺസൺ മാഷ്, ഉമ്പായി, സലീം കുമാറൊക്കെ. ഇവിടെ ഇതൊക്കെ ഒരു മാനദണ്ഡം വേണ്ടേ? KS ജോർജ് ഉണ്ടായിരുന്നല്ലോ, ആർക്കെങ്കിലും മറക്കാൻ പറ്റുമോ KS ജോർജിനെ? എല്ലിമുളം കാടുകളിൽ മറക്കാൻ പറ്റുമോ KPSസിലെ പാട്ടുകളൊക്കെ? ഉദയഭാനു ഉണ്ടായിരുന്നു, ഉദയഭാനു. ബ്രഹ്മാനന്ദൻ ഉണ്ടായിരുന്നു. ഈയിടെ അന്തരിച്ച ഭാവഗായകൻ ജയചന്ദ്രൻ ഉണ്ടായിരുന്നു. എന്താ അവരുടെയൊന്നും പ്രതിമ? അവരുടെയും കൂടി പ്രതിമ വേണ്ടേ? ഇവിടെ സലീം കുമാറിന് പ്രതിമ സ്ഥാപിക്കാൻ ഈ സതീശൻ കാണിക്കുന്ന ഈ തിരക്കുണ്ടല്ലോ, അത് 100% രാഷ്ട്രീയം തന്നെയാണ്. ഏതായാലും ഇത്തവണ നമ്മളുടെ സതീശൻ കോയയുടെ വകയായിട്ട് സലീം കുമാറിനൊരു പ്രതിമ വെച്ചു കൊടുക്കാൻ പോവുകയാണ്. സലീം കുമാറിൻ്റെ ഭാര്യയും മക്കളും പറയണം, ഞങ്ങളുടെ അച്ഛനെ ഇങ്ങനെ ഏതെങ്കിലും നാലും കൂടിയ മൂലയിൽ ഒരു പ്രതിമയാക്കി നിർത്തരുത് എന്ന്. മറ്റെന്തെല്ലാം മാർഗങ്ങളുണ്ട് അദ്ദേഹത്തെ സ്മരിക്കാൻ? പ്രതിമ പണിത് കഴിഞ്ഞാൽ പ്രതിമയായിട്ട് അവിടെ നിൽക്കും. ആ പ്രതിമയിൽ എന്തെങ്കിലും വരുമാനമോ പ്രതിമയിൽ എന്തെങ്കിലും ക്രിയേറ്റിവിറ്റിയോ എന്തെങ്കിലും സർഗാത്മകതയോ വല്ലതും ഉണ്ടോ? കുറച്ച് കഴിയുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ എഴുതി വെച്ച് സലീം കുമാർ, അതും മാഞ്ഞു പോകും. ഈ പ്രതിമയുടെ രൂപം മാറും, കൈയൊടിയും കാലൊടിയും, കണ്ണിങ്ങനെയാകും. ഇതൊക്കെയാണ് സംഭവിക്കുക. അപ്പോൾ അവർ പറയണം ഞങ്ങളുടെ അച്ഛനെ പ്രതിമയാക്കരുത് എന്ന്. അവരാണ് പറയേണ്ടത്. ഏതായാലും സതീശൻ കോയയുടെ വകയായിട്ട് സലീം കുമാറിൻ്റെ പ്രതിമ ഈ വർഷം, അടുത്ത വർഷം ഈ സമയമാകുമ്പോഴേക്കും സംഘപരിവാറിൻ്റെ ഉപകാരസ്മരണയായിട്ട് സതീശൻ കോയയുടെ ഒരു പ്രതിമ അവിടെ വരും കേട്ടാ. സംഘപരിവാറിന് രാജപാതയൊരുക്കിയതിൻ്റെ പേരിൽ, സംഘപരിവാറിന്
ചുവപ്പ് പരവതാനി വിരിച്ച് ഇങ്ങോട്ട് ആനയിച്ചതിൻ്റെ പേരിൽ, സംഘപരിവാറിന് കേരളത്തിൻ്റെ ഭരണം സ്വർണ്ണത്തളികയിൽ ആക്കിയിട്ട് കൊടുത്തതിൻ്റെ പേരിൽ അവരുടെ ഉപകാരസ്മരണയായിട്ട് സതീശൻ കോയയുടെ ഒരു പ്രതിമ ഈ കേരളത്തിൽ ഉയരും. കാത്തിരിക്കാം.